ഇപ്പോൾ നിംഹാൻസ് ബാംഗ്ലൂർ സ്റ്റഡി ചെയ്ത് തുടങ്ങി. അവർ എൻ്റെ ബ്രെയിനെ കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. 567324 എന്നൊരു നമ്പർ പറഞ്ഞാൽ 567324 എന്നും പറയണം, 423765 എന്നും പറയണം. ഇപ്പോൾ എൻ്റെ ഐക്കോ ടെസ്റ്റ് 2010 ചെയ്തത് ഒരു സൈക്കോളജിസ്റ്റാണ്, ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ചെയ്ത സമയത്ത് 187 ആയിരുന്നു എൻ്റെ ഐക്യു. വേണ്ടിയിട്ട് ഒരു രഹസ്യമാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ നിങ്ങൾക്കും ഇപ്പം എനിക്കിത് 21 വയസ്സിലാണ് ഇത് അറിയാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഞാനൊരു 10 വയസ്സിലേക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പൊ ന്യായന വിസ്തൃതി എന്ന് പറയും. എനിക്ക് മഞ്ചാടിയൊക്കെ എടുത്തിട്ട് അപ്പഴ എണ്ണം പറയുന്നത്, എനിക്ക് കണ്ട അപ്പഴ എണ്ണം കിട്ടും. പത്രത്തിലെ ചെറിയ ന്യൂസുകൾ എനിക്ക് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 3 മീറ്റർ അകലെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ ബ്രെയിൻ ഷാർപ്പ് ആവുന്നത് യോഗ ചെയ്തുകൊണ്ട് മാത്രമാകില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും യോഗ പഠിച്ചാൽ ഇതാകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും എന്നേ ആകേണ്ടതാണ്. ഇപ്പോൾ ചേട്ടനുള്ള ഈ ഫോട്ടോജനറ്റിക് മെമ്മറി ഇത് DNA ഉണ്ടായിരുന്നായിരിക്കത്തില്ലേ ചിലപ്പം? ഇപ്പൊ ഞാനിത് സത്യത്തിൽ കുറെ ആളുകൾ എന്റെ ബ്രെയിൻ ചെക്ക് ചെയ്യാൻ അന്ന് മുതൽ വന്നിരുന്നു. അന്ന് ഐക്യു ടെസ്റ്റ് ചെയ്തപ്പോൾ 187.4 സത്യത്തിൽ നമ്മൾ ഐക്യു ടെസ്റ്റിൽ മെൻസാന്നൊരു ഐക്യു ടെസ്റ്റ് ഇന്റർനാഷണൽ ലെവലിലുള്ളത്, അത് സത്യത്തിൽ ഒരു ലോജിക്കൽ റീസണിന്റെ മേഖലയിൽ ചെയ്യുന്ന ഐക്യു ടെസ്റ്റ് ആണ്. കൃത്യമായി ഇത് കാണുന്ന കുറെ പ്രേക്ഷകർക്കും ഈ ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഐക്യു ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ ഡോക്ടറുടെ സഹായത്തോടെ ഐക്യു ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിൻ പവർ കുറവാണെങ്കിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷ്യത ഉണ്ടെങ്കിൽ അവർ തോന്നും, അവർ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഐക്യു ടെസ്റ്റ് 2010 ചെയ്തത് ഒരു സൈക്കോളജിസ്റ്റാണ്, ന്യൂറോ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ചെയ്ത സമയത്ത് 187 ആയിരുന്നു എൻ്റെ ഐക്യു. ഈ 6 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു ഇത് ഞാൻ പ്രഷർക്ക് വേണ്ടി പറഞ്ഞ 6 ഡിജിറ്റ് നമ്പറിന് നമ്മൾ പറയുമ്പം നേരെയും തിരിച്ചും പറയണം നമ്മൾ. അങ്ങനെ 567324 എന്നൊരു നമ്പർ പറഞ്ഞാൽ 567324 എന്നും പറയണം, 423765 എന്നും പറയണം. അപ്പൊ ഞാൻ ഈ 50 നമ്പർ വരെയൊക്കെ സിമ്പിളായിട്ട് കേൾക്കുമ്പോൾ തന്നെ നേരെയും തിരിച്ചും പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ 6 നമ്പർ വരെയാണ് അവർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെ ഡിഫിക്കൽട്ടാണ് പലർക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ 50 നമ്പർ പറയുന്നു? അങ്ങനെ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷനാണ് 187.4 എന്ന രീതി വന്നു. അങ്ങനെ എന്നെ കുറിച്ച് വാർത്ത വന്നു. കുണ്ടറിൽ എന്തിരം എന്നൊരു എന്തിര സിനിമ ഇറങ്ങുന്ന സമയമായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ വാർത്ത വന്നു, കുണ്ടറയിൽ എന്തിരം എന്നാണ് വാർത്ത വന്നത്. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം ഇട്ടല്ലോ, ഈ നമ്മളെ ഈ സാറ് ഗുരു, അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത 2-3 വിഷമങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. പത്രത്തിലൊക്കെ വാർത്ത തുടങ്ങി. മറ്റതെല്ലാം മാറി. PSC ടെസ്റ്റൊക്കെ ബുക്കുകളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ പിന്നെ പുതിയൊരു രീതിയാണ്. ഇത് വളരെ സിമ്പിൾ വായിക്കാൻ, ചിന്തയെ മാറി. എനിക്കിത് പഠിക്കാൻ എളുപ്പമുണ്ട്, ഇതെനിക്ക് എളുപ്പം പറ്റുന്നുണ്ട്. ഇതിനെല്ലാം കാരണം എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി മെമ്മറി വരെയുള്ള പ്രധാന കാര്യം പ്രത്യാഹാരം എന്നൊരു സംഭവമാണ്. ഇപ്പൊ എൻ്റെ ബ്രെയിൻ ഓൾറെഡി ഇപ്പൊ നിംഹാൻസ് ബാംഗ്ലൂർ സ്റ്റഡി ചെയ്ത് തുടങ്ങി. അവര് എൻ്റെ ബ്രെയിനെ കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അവര് കൂടുതൽ പഠിക്കുന്നത് പ്രത്യാഹാരയെ കുറിച്ചും പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യാഹാരം എന്തൊക്കെയാ വരുന്നത്? പ്രത്യാഹാരം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ വിടുതൽ ചെയ്യുക. നമ്മൾ ഒന്നും ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഫോക്കസ് ചെയ്യുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രഷർക്ക് വേണ്ടി തന്നെ പറയാം. ഫോക്കസ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തുള്ളിൽ തന്നെ നമ്മളുടെ നോട്ടം, ശ്രദ്ധ, കേൾവി എല്ലാം ഇല്ലാന്ന് ചിന്തിക്കണം. വളരെ കാമായിട്ട് വേറെ അങ്ങും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പോലും ഇല്ലാന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരവസ്ഥ. ഇപ്പൊ സമയം എന്താന്ന് പറയാൻ പറ്റും? എനിക്ക് നോക്കാം സമയം. എനിക്ക് തോന്നുന്നു ഇപ്പൊ 11:58 നോക്കട്ടെ. ഓക്കെ, ഏകദേശം 12 മണിയായി. ശരി, 2 മിനിറ്റ് നമുക്ക് ഇടയ്ക്ക് നോക്കത്തോടാ. 12 മണിയായി ഇല്ലേ സമയം? എന്നുവെച്ചാൽ നമുക്ക് ആ ടൈം ഇങ്ങനെ ഇത് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയാം. കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എത്ര ടൈമിലോട്ട് മുമ്പോട്ട് പരീക്ഷ നമുക്ക് നോക്കാം. അപ്പം ഇത് പ്രത്യാഹാരം എന്ന് പറഞ്ഞൊരു ഫോക്കസാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന അവസ്ഥ. പ്രത്യാഹാരക്ക് ശേഷമാണ് ധ്യാനം വരുന്നത്. അതിനുശേഷമാണ് സമാധി എന്നൊരു സ്റ്റേജ് വരുന്നത്. ഇങ്ങനെ 8 സ്റ്റേജാണ് അഷ്ടാംഗ യോഗയിൽ പറയുന്നത്. ഈ ധ്യാനമാണ് മെഡിറ്റേഷൻ. നന്നായിട്ട് ചെയ്യുക. ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് പോകുന്ന ചില കാര്യങ്ങളല്ലേ? സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ എന്നെ കണക്ട് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വന്നതിന് ശേഷവും ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തത് ഇത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാന്നാണ്. ഇത് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് കിട്ടുന്ന ടാലന്റ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാൽ. ഇപ്പൊ എനിക്കിത് 21 വയസ്സിലാണ് ഇത് അറിയാൻ പറ്റുന്നത്. ഒരു പക്ഷെ ഞാനൊരു 10 വയസ്സിലേക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു. അപ്പൊ ഇത് എനിക്ക് കിട്ടിയ ടാലന്റ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കിത് കൊടുക്കാൻ കഴിയും, നീ ഇതിനെ ഫോക്കസ് ചെയ്യണം, നിനക്ക് അതിനുള്ള സമയം എത്തും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഞാൻ ഒരു ദിവ്യനായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ചിലപ്പം അദ്ദേഹം എനിക്ക് എന്നെ സഹായിക്കാൻ വന്നൊരു, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതിനുശേഷം സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. കാര്യം ഈ 3 ബുക്കുകൾ അന്ന് വാങ്ങിയില്ല.
ഈ 3 പുസ്തകങ്ങൾ എവിടെന്നെങ്കിലും തപ്പണം. അതിനുവേണ്ടി ഞാൻ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിച്ചു, പഠിക്കാൻ ശ്രമിച്ചു, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു, ഞാൻ ചെയ്യുന്ന ടാലന്റുകളുടെ പേരുകൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഇപ്പം ന്യായന വിസ്തൃതി എന്ന് പറയും. എനിക്ക് മഞ്ചാടിയൊക്കെ എടുത്തിട്ട് അപ്പഴേ എണ്ണം പറയുന്നത്, എനിക്ക് കണ്ട അപ്പഴേ എണ്ണം കിട്ടും. അത് വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ തമാശയായിട്ടില്ല, ഇപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പിട്ട് ഇവിടുത്തെ ക്യാമറാമാനോട് ചോദിച്ചത്, ഇനി പുള്ളിക്ക് മറ്റേ ഈ സൂര്യയുടെ ഏതോ സിനിമയിലുണ്ട്, മറ്റേ ഒരടി കിട്ടുമ്പോൾ എല്ലാം കാണാൻ കഴിയുന്ന അങ്ങനെ എന്തെങ്കിലും പവർ കിട്ടിയതാണെന്ന് തമാശയൊക്കെ ചോദിക്കുകയും ചെയ്ത്. ഇല്ല, ഇത് സത്യത്തിൽ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ജനസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വേദിക് മാത്തമാറ്റിക്സ് എന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ പേനയും പേപ്പറിന് സഹായമില്ലാതെ നമുക്ക് കണക്കുകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള എക്സസൈസുകൾ സത്യത്തിൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ രാവിലെ ഈ ഒരു യോഗയുടെ ഭാഗം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഞാൻ പ്രഷർക്കെന്നെ പറയും, ചിലരിപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ദൂരെ കാഴ്ചയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം. ഇപ്പം എൻ്റെ ഞാൻ കാജപ്രാപ്തി എന്ന് പറയും. കാജപ്രാപ്തി ഇപ്പം ദൂരം നമ്മളൊരു അക്ഷരം എനിക്ക് 3 മീറ്റർ, എനിക്ക് 5 മീറ്റർ തൊട്ട് 8 മീറ്റർ വരെയും ഇനി ചെറിയ അക്ഷരങ്ങൾ കാണാൻ കഴിയും. മിനിമം ഒരു 6 സെന്റിമീറ്റർ 6 PT ഫോണ്ട് എന്ന് വെച്ചാൽ പത്രത്തിലെ ചെറിയ ന്യൂസുകൾ എനിക്ക് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 3 മീറ്റർ അകലെയാണ്. 3 മീറ്റർ അകലെ ഒരു 5 മീറ്റർ അകലെ കൊണ്ടുവച്ചാലും എനിക്കത് അസ്യൂം ചെയ്ത് വായിക്കാൻ കഴിയും. കാര്യം എനിക്കത് കണ്ണിന് കിട്ടുന്നുണ്ട്. ഇത് ചെയ്തത് ത്രാടക മെഡിറ്റേഷൻ എന്നൊരു മെഡിറ്റേഷൻ, ത്രാടക എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഉണ്ട്. വിളക്ക് നാളത്തിൽ കത്തിച്ച് വെച്ച് രാവിലെ ചെയ്യുന്ന ഒരു മെഡിറ്റേഷനാണ്. അത് നല്ല രീതിയിൽ കണ്ണിന് പവർ കിട്ടും. സത്യത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതായത് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ. എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ല ഇവർക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടോ എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ എനിക്ക് കാണാൻ പറ്റുന്നത്. സത്യം കുറെ ആൾക്കാർ ഇപ്പം ഇപ്പം ഞാൻ എനിക്കതിനകത്തൊരു കള്ളവും പറയേണ്ട കാര്യമില്ല. കാര്യം ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിത് എവിടെയെങ്കിലും കിട്ടണമല്ലോ. സത്യത്തിൽ എനിക്കിത് എവിടെയെങ്കിലും കിട്ടണം. കുറെ ആൾക്കാർ ഇത് മെന്റലിസ്റ്റ് ആണോ മാജിക് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഈ ഡിജിറ്റ് മെമ്മറൈസേഷൻ ചെയ്തതിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ട് നോക്കുവാണെന്നൊക്കെ പലരും ചുമ്മാ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഗിന്നസിന് അപ്ലൈ എന്ന് വെച്ചു. ഗിന്നസിന് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ 4 സെക്കൻഡിൽ 42 നമ്പർ റെക്കോർഡ്. ഇപ്പൊ എനിക്ക് 4 റെക്കോർഡ് ഓൾറെഡി ഉണ്ട്. 48 നമ്പർ ഗിന്നസ് റെക്കോർഡ് ഇട്ടതാണ് ഏറ്റവും ഹൈസ്റ്റ് റെക്കോർഡ്. 4 സെക്കൻഡ് സമയം തരൂ. 1, 2, 3, 4 ഫ്രണ്ടിൽ തെളിയുന്ന 48 നമ്പർ നമ്മൾ എഴുതുന്നതല്ല, അത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ആ 48 നമ്പർ കാണാതെ പഠിച്ചിട്ട് അതുപോലെ പറയണം. അതിനാണ് എനിക്ക് ഗിന്നസ് സ്വർണം കിട്ടിയിരിക്കുന്നത്. അത് പണ്ട് കാലത്ത് റെക്കോർഡ് ഉണ്ട്, ഓൾറെഡി റെക്കോർഡ് ഉണ്ട്. 30 നമ്പറിന്റെ റെക്കോർഡ് ഉണ്ട്. സത്യത്തിൽ അത് ലോങ്സ്റ്റ് നമ്പർ സീക്വൻസ് പഠിക്കുന്നതിനാണ്. ഞാൻ റാൻഡം നമ്പർ ചെയ്ത ആ റെക്കോർഡ് ബ്രോക്ക് ചെയ്തത്. എന്നുവെച്ചാൽ എൻ്റെ മൂവി വന്നതിന് എനിക്ക് ഒറ്റവട്ടം കണ്ടാൽ പഠിക്കാൻ പറ്റും. അത് ഫോട്ടോഗ്രാഫ് മെമ്മറി ഒന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുക. അപ്പം എന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഒരുപാട് പേര് പരീക്ഷിച്ചിട്ട് അവര് ഇതെന്താണെന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിത് പറയുന്നത് സത്യത്തിൽ ഇത് യോഗ ചെയ്തത് കൊണ്ട് മാത്രം ഒന്നും ഒരിക്കലും ഇത് കിട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലേ യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ കിട്ടുന്നില്ലെന്ന്. യോഗ ചെയ്യുന്നതിന് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ന്യൂറോ ജനസിന്റെ എക്സസൈസുകൾ നമ്മൾ ചെയ്യണം കൃത്യമായിട്ട്. ഞാനിപ്പോൾ ഒരു IQD എന്ന് പറയും, IQD എന്ന് വെച്ചാൽ ഇന്റലിജന്റ് കോഷൻ എഡ്യൂക്കേഷൻ ഡിസൈൻ എന്നൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടി എല്ലാവർക്കും ചെയ്യാം. ഇപ്പൊ നമ്മൾ മുതിർന്നവരും അത് ചെയ്യുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്ന് പഠിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളിപ്പോ എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഒരുപാട് ഷെഡ്യൂളുകൾ കാണും. പലതും ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാം. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മളുടെ ഈ എക്സസൈസ് ഉപകരിക്കപ്പെടും. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായിട്ട് മാറാൻ കഴിയുമോ? എനിക്ക് ചെയ്തു നോക്കണം. ഞാൻ പറയില്ലേ, ഞാനൊരു 13 വർഷ കാലയളവായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ ഞാൻ ഇത്രയും നാളും ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് രാവിലെ ഉണരുകയും എല്ലാം ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പം കിട്ടിയത്. പക്ഷെ ഇതെനിക്ക് കിട്ടുന്നത് ഞാൻ ഒരു 10 വർഷമൊന്നും ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പോഴത്തെ എനിക്കിത് കിട്ടുന്ന പറഞ്ഞാൽ ഞാൻ 21 വയസ്സായ സമയത്താണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തെ കണ്ട് 7 ദിവസം ഒരു ഗുരുവിന്റെ സാമീപ്യം വളരെ സ്ട്രോങ് ആണ്. നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായം വേണ്ടി വരും ഉറപ്പായിട്ടും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബ്ലെസ്സിങ്സും ഞാനത് കാണുന്നുണ്ട്. അദ്ദേഹം എനിക്ക് 7 ദിവസം പഠിപ്പിച്ചു. ഞാൻ അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ഉണരുന്ന ഒരാളാണ്. ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എണ്ണിക്കും. 4 മണി എണ്ണിച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കിടക്കും. വേണ്ടിയിട്ട് ഒരു രഹസ്യമാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ നിങ്ങൾക്കും രാവിലെ ഉണർന്ന് ക്ഷീണിച്ചതിന് ശേഷം രാവിലെ നമുക്ക് എന്ത് ചെയ്യാം. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ രാവിലെ എണ്ണിച്ചിട്ട് തന്നെ കുളിക്കുമായിരുന്നു 4 മണിക്ക് തന്നെ. കുറെ നാളിനപ്പോൾ തന്നെ നമുക്ക് ഇത് യൂസ്ഡ് ആയി. കാര്യം നമ്മൾ 4 മണിക്ക് എണ്ണിച്ചതിന് ശേഷം ചെയ്യുന്ന മെഡിറ്റേഷൻ, പ്രാണായാമം, ശ്വാസം എടുക്കുന്ന രീതിക്ക് പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം ചെയ്യേണ്ട ബ്രീത്തിങ് തൊറാസിക് ബ്രീത്തിങ് ആണ്. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ബ്രീത്തിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. നെഞ്ച് വെച്ചാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. നമ്മൾ വയറ് അനങ്ങും ശ്വാസം എടുക്കുമ്പോൾ.
അതിന് തൊറാസിക് ബ്രീത്തിങ് എന്ന് പറയും. അതിന് പ്രാണായാമമൊക്കെ ചെയ്ത് ശീലിക്കുന്ന വീഡിയോസുകളൊക്കെ യൂട്യൂബിലുണ്ട്. നമ്മളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന രാവിലെ ഉണരുക. അത് പക്ഷെ ഒരിടത്ത് കണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഒരാളെടുത്ത് ചിട്ടയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ഉണരേണ്ടത്, എന്നിട്ട് നമ്മൾ ഉണരുന്നതിനെ കുറിച്ച് ആരുടെ സജഷൻ ചോദിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാണായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രത്യാഹാര പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രത്യാഹാരയ്ക്ക് ഇതുവരെയും കറക്റ്റായിട്ടൊരു മെത്തേഡ് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് സ്കില്ലുകൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. പ്രത്യാഹാരം കിട്ടിക്കഴിഞ്ഞാൽ സ്കില്ല് കിട്ടും. ഇപ്പം ഞാനിത് പ്രത്യാഹാരം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയ ഒരാളാണ്. അതേ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിംഹാൻസിലെ NMCയുടെ ചെയർമാൻ ഇവിടെ വന്നിരുന്നത്. നിംഹാൻസിന്റെ അല്ല, നമ്മുടെ മെഡിക്കൽ കമ്മീഷന്റെ, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ചെയർമാൻ എന്ന് വെച്ചാൽ ഗംഗാധർ സാർ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് എന്നെ മീറ്റ് ചെയ്തു. സാറ് സത്യത എന്നെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഒരാൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനത് അദ്ദേഹത്തിന് മുമ്പിൽ ഈ ഷോസ് ചെയ്തു. അപ്പൊ അദ്ദേഹം 10-15 പേപ്പറുകൾ ബ്രെയിൻ റിസർച്ച് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എത്ര ഫേക്ക് ഉണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം വളരെ വണ്ടറായി. ഇതെന്താണ്, ഇത് എങ്ങനെയാണെന്ന് അദ്ദേഹം വീണ്ടും എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ടാലന്റ് കണ്ട ഉടനെ തന്നെ അദ്ദേഹം ഫോം വിളിച്ചിട്ട് നിംഹാൻസി വിളിച്ചു പറഞ്ഞു, ഒരു 8 അംഗ സമിതി രൂപീകരിക്കണം, ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രത്യാഹാര എന്ന് പറയുന്നത് അദ്ദേഹം വായിച്ചിട്ടുണ്ട്, പ്രേക്ഷകരെ അറിയാൻ വേണ്ടിയാണ്. പ്രത്യാഹാരം നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയും ലഭിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഫോട്ടോഗ്രാഫ് മെമ്മറി ലഭിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മറക്കില്ല. എനിക്കൊരു 10-15 ദിവസം വരെ മുമ്പ് നടന്നൊരു കാര്യം വരെ കൃത്യമായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയും. 15 ദിവസം മുമ്പ് വരെ മിനിമം. ചിലപ്പോൾ ഒരാൾ പറഞ്ഞ ഫോൺ നമ്പർ ആയിരിക്കും, ചിലപ്പോൾ ഒരു കടയിലടച്ച ബില്ലായിരിക്കും. അത് വരെ കൃത്യം റോഡിലൂടെ റാൻഡം ആയിട്ട് പോകുന്ന വണ്ടികളുടെ നമ്പറുകൾ ഞാൻ അങ്ങനെ അത് ഫോക്കസ് ചെയ്യാറില്ല ഒരു കാര്യം. ഇപ്പൊ ചില കാലം കണ്ടു കഴിഞ്ഞാൽ മറന്ന് കളയണമെങ്കിൽ കുറെ റിലാക്സ് ചെയ്യണം. ഞാൻ റിലാക്സ് ഇത് മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ഡീപ്പ് ചെയ്ത് നമ്മൾ റിലൈസ് ചെയ്ത് കളയാനും പറ്റുന്നുണ്ട്. എനിക്കിതൊരു ഓവർ സ്ട്രെയിൻ ഒന്നുമില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ കടയിൽ കയറി കഴിച്ച ബില്ല് ഞാൻ കൊടുത്തു. കൃത്യമായിട്ട് എനിക്ക് ഇന്നിപ്പോ ഓർമ്മയുണ്ട്. എത്ര രൂപ? 418 രൂപ ഇന്നലെ ഇന്ന് രാവിലത്തത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഓർമ്മ വരും 412 കൊടുത്തതെന്ന്. ഇപ്പൊ നേരത്തെ സമയം ചോദിച്ചപ്പോ 12 മണി എന്നുള്ളത് പറഞ്ഞു. അപ്പം ആ സമയം ചോദിക്കുന്ന ടൈമും ഇപ്പൊ വന്ന സമയം, നിന്ന സമയം, മേളിൽ കയറിയ സമയം, അവിടെ നിന്ന് എന്താണ് ചോദിച്ച സമയം, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ വരും. അപ്പൊ ഇത് വരാൻ കാര്യം വെച്ചാൽ ബ്രെയിൻ അത്രയും ഷാർപ്പാവേണ്ട. ഈ ബ്രെയിൻ ഷാർപ്പ് ആവുന്നത് യോഗ ചെയ്തുകൊണ്ട് മാത്രമാകില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും യോഗ പഠിച്ചാൽ ഇതാകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും എന്നേ ആകേണ്ടതാണ്. അതിന് കൂടെ ചെയ്യേണ്ടത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസിന്റെ എക്സസൈസുകളുണ്ട്. ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയാൻ കാര്യം, NLP ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. അവർ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസിന്റെ എക്സസൈസുകളാണ് കൊടുക്കുന്നത്. പക്ഷെ അവർ ഈ ഫോക്കസും അറ്റൻഷനും ഫോക്കസും നമ്മളെ ശ്രദ്ധയും കോൺസെൻട്രേഷനും ഇത് മൂന്നും അവർ കറക്റ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്.